ഞങ്ങളെ തൃശ്ശൂർ കുറുക്കമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ കല്ലിൻ്റെ വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു പൂരം ഉണ്ടെന്ന്. അങ്ങനെ പൂരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഒരു വയലിൽ കൂടെയാണ് കേട്ടോ പോണത്. കല്ലിൻ്റെ വർക്കുകൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവരാണ് പറഞ്ഞത്, തൃശ്ശൂർ വന്നിട്ട് ഇത്ര അടുത്ത് പൂരം ഉണ്ടായിട്ട് നിങ്ങൾ കാണാതിരിക്കുകയാണോ? നേരെ ആ കട്ട് റോഡിൽ കൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂരം നടക്കുന്ന അമ്പലത്തിലെത്താമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല, ആ കൊട്ട് കേൾക്കുന്ന സ്ഥലം നോക്കി ഇങ്ങനെ പോയതാണ്. ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം അറിയാത്ത വഴി. ഞങ്ങൾക്ക് തിരിച്ച് ഗുരുവായൂരേക്ക് എത്തുകയും വേണം, വൈകുന്നേരമായി. എന്നാലും അവർ പറഞ്ഞപ്പം ഞങ്ങൾക്കും കാണാനൊരു ഉത്സാഹം, അങ്ങനെയാണ് പോയത്. അത്ര അടുത്തൊന്നും അല്ലായിരുന്നു, കുറച്ച് നല്ല രീതിയിൽ നല്ലോണം നടക്കാനുണ്ടായിരുന്നു. പിന്നെ ദൂരം കൂടുന്തോറും നമുക്ക് ടെൻഷനും വരുന്നുണ്ട്, കാരണം തിരിച്ചിതേപോലെ നമ്മൾ റോഡിലെത്തി പിന്നെ ഗുരുവായൂർക്ക് പോവുകയും വേണ്ടേ. ആരോടും പറയുകയും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇവിടെ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയാന്നല്ലാതെ ഈ പൂരം കാണാൻ പോകുന്നതൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ജനസമുദ്രമായിരുന്നു. അതെനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ഇത്രയും വലിയൊരു ഉത്സവം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇതന്നെ ഇത്ര വലിയതാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ പൂരക്കാഴ്ചകളും ഈ അനുഭവങ്ങളൊക്കെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പിന്നെ നേരം ഇരുടായി തുടങ്ങി. തിരിച്ച് നമ്മൾ ഗുരുവായൂർക്ക് എത്തേണ്ടത് കൊണ്ട് തന്നെ വേഗം തന്നെ മടങ്ങി. ഇത് ഞാൻ കുറേ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ജസ്റ്റ് ഗാലറി നോക്കിയ സമയത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.